വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിനടുത്തായി ഇടത്തരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലക്ഷറി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 7 സെന്റ് സ്ഥലത്ത് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 3100 സ്ക്വയർ ഫീറ്റിൽ 3 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വീടാണ് ഇത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി കണ്ടംപററി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകുന്ന വളരെ പ്രീമിയം കളർ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ വന്നിരിക്കുന്നത്. 4.5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ 2 സൈഡിലും റോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന ഒരു ലൊക്കേഷനിൽ 2 ഭാഗത്തുനിന്ന് സെറ്റ് ബാക്ക് ഒക്കെ ഇട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള കോമ്പൗണ്ട് വാളാണ്. ഭംഗിയുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 6 മീറ്ററോളമുള്ള ഒരു സോളിഡ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലേക്ക് മാറിയാണ് 2 കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 18 അടിയോളം നീളവും 16.5 അടിയോളം വീതി ഉള്ളതുകൊണ്ട് തന്നെ 2 SUV കാർ പാർക്കിംഗ് സൗകര്യമെങ്കിലും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കാർ പാർക്കിംഗ് വരുന്നത്. ഈ സൈഡിലായിട്ടുള്ള വോളിൽ ഭംഗിയുള്ള 2 വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പവർ പോയിന്റ് ഈ ഒരു കോർണർ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണർ ലൈറ്റാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ സൗത്ത് ഈസ്റ്റ് കോർണർ ലൈറ്റാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 10 അടിയോളമാണ് വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു 3ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകി മനോഹരമായ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പെബിൾസ് ഒക്കെ കൊടുത്ത് സൈഡിൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സൈഡ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വരാം. 4 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് മനോഹരമായി ചെയ്ത ഒരു പ്ലാന്റർ ബോക്സ് കാണാം. സൈഡിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റിൻ്റെ ഇടയിലെല്ലാം റിവർ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്ന് സ്ക്വയർ ടു വർക്ക് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലും ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഫാമിലി ലിവിംഗ് സ്പേസിൽ നിന്ന് ഇറങ്ങാവുന്ന ഭാഗത്തിൽ ഒരു സിറ്റ് ഔട്ട് കൂടി നൽകിയിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ടേബിൾസ് ഒക്കെ നൽകി ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു സൈഡിലും പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സും ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ടാപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഏരിയയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇത് ചെറിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. കൂടാതെ 2 ഗ്യാസ് സിലിണ്ടർ ഒരേ സമയം വെക്കാൻ പാകത്തിന് ഒരു ഗേജും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. 7.5 അടിയിലേറെ നീളവും 7.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാന്റർ ബോക്സിൽ ഭംഗിയുള്ളൊരു പ്ലാന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ടും പ്ലാന്റർ ബോക്സ് നൽകി പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് പെബിൾസും അതിനുള്ളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളറിലാണ് ഈ ഒരു ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് സ്പേഷ്യസ് ആയ സ്റ്റെപ്പ് കടന്നാണ് നമ്മൾ പ്രധാന വാതിലിലേക്ക് വരുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ മെയിൻ ഡോർ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ട് ഗ്ലാസും വലിയ വുഡിൻ്റെ ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഹൈറ്റിലാണ് ഈ ഒരു പ്രധാന വാതിൽ വന്നിരിക്കുന്നത്.
മുകളിലായിട്ട് സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചർ നൽകി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഇരുവശത്തുമായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഡെക്കറൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിന് 12.5 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലുപ്പമുള്ള വിൻഡോകൾ തന്നെയാണ്. വിൻഡോകളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബും നൽകിയിട്ടുണ്ട്. കൂടാതെ വോളിലെല്ലാം തന്നെ മനോഹരമായ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു സി ഷേപ്പ് കോർണർ സോഫ സെറ്റ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു വലിയ കോഫി ടേബിളിനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീക്വുഡ് ഡിസൈനുള്ള ബീഡിംഗ് ഒക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റും കൂടാതെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷനായിട്ട് നമുക്ക് വരുന്നത് ഈ വലിപ്പമുള്ള ഒരു വാൾ ഫാന് കൂടിയാണ്. കൂടാതെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ് നൽകി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഇതുകൂടാതെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൂടി ഈ വീടിന് ഉണ്ട്. ഗസ്റ്റ് ലിവിങ്ങിൽ നിന്ന് നമ്മൾ പിന്നീട് പോകുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തേക്കുള്ള ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാൻ പാകത്തിന് ഡോറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ ചെയ്തോ അല്ലെങ്കിൽ ഒരു പാഷോ സെറ്റ് ചെയ്തോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകി ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. വളരെ ഭംഗിയായി പാനലിംഗ് ഒക്കെ ചെയ്ത് താഴെ സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും നൽകി മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വുഡൻ ടെക്സ്ചറിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള സീലിംഗ് ഫാൻ, സ്പോട്ട് ലൈറ്റും അതുപോലെ സീലിംഗ് ലൈറ്റും കൊടുത്തിട്ടാണ് വരുന്നത്. ഈ വീട്ടിൽ ഡോറുകളെല്ലാം തന്നെ ടീക്വുഡിലായതുകൊണ്ട് തന്നെ ടീക്വുഡ് ഡിസൈനാണ് സീലിംഗ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയി ഡൈനിങ് വരുന്നത്. 15.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലാണ് സീലിംഗ് വന്നിരിക്കുന്നത്. ഭംഗിയുള്ള സീലിംഗ് ഫാൻ നൽകി പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലുമായിട്ടൊക്കെ മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലൊക്കെ കൊടുത്ത് സൈഡിൽ പാർട്ടീഷൻ നൽകി താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു കൗണ്ടർ സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഒക്കെ നൽകിയാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയസ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയറിൻ്റെ വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ഭംഗിയുള്ള ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇൻഡോർ പ്ലാന്റോ ഡെക്കർ ഐറ്റംസോ ഒക്കെ വെച്ച് നമുക്ക് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന പാനലിങ്ങിനായിട്ട് അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണ് 17 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. 2 സെക്ഷനായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിൽ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഫുഡ് ഹോബും ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് 6 ഡോറിൻ്റെ ഒരു വിൻഡോയും നോർത്തിലേക്ക് 2 ഡോറിൻ്റെ ഒരു വിൻഡോയുമാണ് വരുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓപ്പൺ ബോക്സ് വരുന്നുണ്ട്. കൂടാതെ കൂടുതൽ പവർ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഓവനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് വലിയ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി കിച്ചൻ്റെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകാം. ഇവിടെയും ഒരു കൗണ്ടർ സ്പേസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സ്പേസ് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട്. വലിപ്പമുള്ള 2 സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഷ് വാഷറിനോ അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനോ ഉള്ള സ്പേസ് വരുന്നുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും കൊടുത്താണ് വന്നിരിക്കുന്നത്. ഒരു സൈഡിലെ വാൾ കംപ്ലീറ്റ്ലി 4 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും അതിനെ കണ്ടിന്യൂ ചെയ്ത് സെയിം പാറ്റേണിലുള്ള ബാത്റൂമിലേക്കുള്ള ഫസ്റ്റ് ഡോറുമാണ് വരുന്നത്. ബാത്റൂമിലേക്കുള്ള ഫസ്റ്റ് ഡോറാണ് ഇത് തുറന്നു വരുമ്പോൾ ബാത്റൂമിൻ്റെ സെക്കൻഡ് ഡോറായ ഫൈബർ ഡോർ നമുക്ക് കാണാം. ബാത്റൂമിൻ്റെ ഫസ്റ്റ് ഡോർ തുറന്നു വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡക്ക സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ പിന്നീട് നമ്മൾ വരുമ്പോൾ ബാത്റൂമിൻ്റെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് വാഷ് കൗണ്ടറും മിററുമാണ്. എല്ലാ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെയാണ് വരുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്റ് ആൻഡ് ഓഫ് പോയിന്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ബെഡ്റൂമിൽ 11.5 അടിയിലേറെ നീളവും 11.5 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ള 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകി വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ഭംഗിയുള്ള സീലിംഗ് ഫാനും ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ആട്ടർബഗിൻ്റെ സീലിംഗ് ഫാനാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വലുപ്പമുള്ള വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെ തന്നെയാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റ് ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ്. കോൺക്രീറ്റ് സ്റ്റെപ്സിൻ്റെ മുകളിലായിട്ട് വുഡ് കൊണ്ട് പാനലിംഗ് ചെയ്തിട്ടാണ് വരുന്നത്. വുഡ് ടീക്ക് വുഡാണ്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഇരുഭാഗത്തായിട്ടും ഹാൻഡ് റെയിലുണ്ട്. പിന്നീട് റൈറ്റ് സൈഡിലായിട്ടാണ് ഹാൻഡിൽ വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്ത് ഒരു ഭംഗിയുള്ള വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് CNC കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു വീടിനുള്ളിലേക്ക് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്ന ഈ ഒരു പാസേജിൽ നിന്നാണ് ഓപ്പൺ ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത്. ഇരുഭാഗത്തും വിൻഡോകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് മാറിയാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 12.5 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജും ഡെക്കറൊക്കെ ചെയ്ത് ബാക്ക് സൈഡ് ഫുള്ളി മനോഹരമായി പാനലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോയോട് ചേർന്നൊരു സീറ്റിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോ നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് ബീഡിങ്ങും വുഡൻ ടെക്സ്ചറിൽ വരുന്നുണ്ട്. LED ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. അപ്പർ ലിവിങ്ങിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷൻ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറുള്ള പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റും LED ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് ഒരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ബാൽക്കണിയിലേക്കുള്ള ഡോറും രണ്ട് സൈഡിലായിട്ട് വലുപ്പമുള്ള വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. കൂടാതെ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ള 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകി വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള ബീഡിംഗ് ഒക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റും അതുപോലെ പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂമിൽ വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് മാറിയാണ് വലുപ്പമുള്ള ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള ബീഡിങ്ങും LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വാൾഡ്രോബിനെ കണ്ടിന്യൂ ചെയ്ത് നൽകിയിരിക്കുന്ന ബാത്റൂമിലേക്കുള്ള ഫസ്റ്റ് ഡോറാണ്. ബാത്റൂമിൻ്റെ ഫസ്റ്റ് ഡോർ തുറന്നു വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡക്ക സ്പേസ് കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് വാഷ് കൗണ്ടറും മിററുമാണ്. എല്ലാ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെയാണ് വരുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഫൈബർ ഷീറ്റ് കൊണ്ടോ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു പവർ പോയിന്റും ടാപ്പും ഒക്കെ ഈ ഒരു ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും ഓപ്പൺ ബാൽക്കണി എക്സ്റ്റെൻഡ് ചെയ്താണ് വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലേക്കും ഈ ഒരു ഓപ്പൺ ബാൽക്കണി എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ എല്ലാം തന്നെ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 900 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 4.4 കിലോമീറ്റർ, കലൂരേക്ക് 17 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.6 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 7 സെന്റ് സ്ഥലത്ത് 3100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 3 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 1,75,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.